നമസ്കാരം. ഞങ്ങൾ രണ്ടുപേരും ആദ്യമായിട്ട് മേഘാലയ എന്ന സംസ്ഥാനത്തേക്ക് പോവുകയാണ്. മേഘാലയയുടെ തലസ്ഥാനമായ ഷില്ലോങ്ങിലേക്കാണ് ആദ്യം തന്നെ പോകുന്നത്. ഷില്ലോങ്ങിലേക്ക് പോകുമ്പോൾ നിയറസ്റ്റ് ആയിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ ഉള്ളത് അസാമിലെ ഗുവാഹട്ടിയാണ്. ഞങ്ങളിപ്പോൾ ഗുവാഹട്ടി റെയിൽവേ സ്റ്റേഷന്റെ തൊട്ട് മുന്നിലാണ്. 1-ാം നമ്പർ പ്ലാറ്റ്ഫോം ഉള്ള ഭാഗത്തെ ഒരു കാഴ്ച ഇങ്ങനെയാണ്. ഇവിടുന്ന് നമുക്ക് മേഘാലയ, അതായത് ഷില്ലോങ് ഭാഗത്തേക്ക് പോകാൻ ടാക്സികളൊക്കെ കിട്ടും. പക്ഷേ ഇതിൻ്റെ പുറകു ഗേറ്റായ പൾട്ടൺ ബസാർ, അവിടെയാണ് ഏറ്റവും കൂടുതൽ ടാക്സികളും ബസ്സുകളൊക്കെ കിട്ടുക. ഇനി ഈ ഒരു ഗുവാഹട്ടിയിലേക്ക് നമ്മുടെ കേരളത്തിൽ നിന്ന് വരാൻ വേണ്ടി ആകെ 2 ഡയറക്റ്റ് ട്രെയിനുകൾ മാത്രമേ ഉള്ളൂ. ട്രെയിൻ നമ്പർ 22-503 വിവേക് എക്സ്പ്രസ് കന്യാകുമാരിയിൽ നിന്ന് ദിബ്രുഗഡിലേക്ക് പോകുന്ന വണ്ടിയാണ്. ഡെയിലി വണ്ടി തന്നെയാണ്. തിരുവനന്തപുരത്ത് നിന്ന് രാത്രി ഒരു 7:40 പുറപ്പെടുന്ന വണ്ടിയാണ്. ഇപ്പം തിങ്കളാഴ്ച നിങ്ങൾ അവിടെ നിന്ന് കയറുവാണെങ്കിൽ ഇത് കോട്ടയം, എറണാകുളം ടൗൺ, പാലക്കാട് വഴിക്ക് വരുന്ന വണ്ടിയാണ്. വ്യാഴാഴ്ച രാവിലെ ഒരു 9 മണിയോടുകൂടി ഇവിടെത്തും. അതുപോലെ തന്നെ 125.07 ആഴ്ചയിൽ ഒരിക്കലും മാത്രമുള്ള തിരുവനന്തപുരം സെൻറ്ററിൽ നിന്ന് വൈകുന്നേരം 4:55 സിൽച്ചറിലേക്ക് പോകുന്ന അർണോ എക്സ്പ്രസ് ചൊവ്വാഴ്ച കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം റൂട്ട് വഴി തന്നെയാണ് വരുന്നത്. മറ്റേ ട്രെയിനിൻ്റെ ഒരു വെള്ളിയാഴ്ച രാവിലെ ഒരു 5 മണിയോടുകൂടി ഇവിടെ ഗുവാഹട്ടിയിലെത്തും. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ ട്രെയിൻ നല്ല രീതിയിൽ 2 ട്രെയിനുകളും ഡീൽ ആവുന്ന ട്രെയിനാണ്. കൃത്യസമയത്ത് തന്നെ എത്താൻ പറ്റണമെന്നൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു കാര്യം, നിങ്ങൾ ഈ ട്രെയിനിൽ വരികയാണെങ്കിൽ സ്ലീപ്പർ ക്ലാസ് എടുക്കാതെ AC മാത്രം നോക്കി ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഗുവാഹട്ടിയിൽ 7 പ്ലാറ്റ്ഫോമുകളാണ് ആകെ ഉള്ളത്. ഇതിൻ്റെ നേരെ ഈ ഭാഗത്ത് തന്നെയാണ് ബസ് സ്റ്റാൻഡ്. ഈ സമയത്ത് ഇവിടുന്ന് ഷില്ലോങ്ങിലേക്ക് ബസ് ഉണ്ടോ നമുക്ക് ആദ്യം നോക്കാം. അതില്ലെങ്കിൽ പിന്നെ നമുക്ക് ഷെയർ ടാക്സിക്ക് പോവാം. ഇവിടെ ബസ് സ്റ്റാൻഡിലേക്ക് വന്ന സമയത്ത് APSTCൻ്റെ ബസ്, അതായത് അരുണാചൽ പ്രദേശിൻ്റെ ഗവൺമെൻറ് വണ്ടി കണ്ടു. ഇതിനിപ്പോൾ തവാങ്ങിലേക്ക് പോകുന്നതാണ്. ഒരുപാട് ദൂരം പോകാനുണ്ട്. ഈ ബസ് സ്റ്റാൻഡിൽ ഈ സമയത്ത് ഇപ്പോൾ ഒരു 9 മണിയായി. ഷില്ലോങ്ങിലേക്കുള്ള ബസ്സൊന്നുമില്ല. പിന്നെ നേരെ ഷെയർ ടാക്സിക്ക് നേരെ കയറിപ്പോവാം. പുറത്തുതന്നെ ഒരുപാട് കിട്ടും. അതിനു മുന്നേ ഭക്ഷണം കഴിച്ചിട്ട് കയറാം. എന്തായാലും ഒരു 3 മണിക്കൂറിൻ്റെ അടുത്ത് യാത്ര ഉണ്ടാവും. ഈ ഭാഗമാണ് പൾട്ടൺ ബസാർ. ഇവിടെ തന്നെ ഷില്ലോങ് എന്നൊക്കെ വിളിക്കും എന്തായാലും അവർ. ഞങ്ങൾ പൈസ ബാർഗൈനൊക്കെ ചെയ്ത് ഫ്രണ്ട് സീറ്റ് തന്നെ വേണം. നല്ല കാഴ്ചകളും പകർത്തണമല്ലോ. കുറച്ച് മാറിയിട്ട് നല്ലൊരു റെസ്റ്റോറൻറ്റിലേക്ക് പോവാം. പിന്നെ ഇവിടെ തന്നെ ഓട്ടോ സൗകര്യമൊക്കെ ഉണ്ട്. ഷില്ലോങ്ങൊക്കെ വിളിക്കുന്ന നിൽക്കുന്നില്ലേ. കുറച്ച് പുറത്തേക്ക് ഇറങ്ങി പോവാം. ആ ഭാഗത്തേക്ക് ഒരുപാട് റൂംസും അതുപോലെ തന്നെ റെസ്റ്റോറൻ്റൊക്കെ കിട്ടും. ഷില്ലോങ്ങിലേക്ക് ഇതുപോലെയുള്ള വണ്ടികളൊക്കെയാണ് കിട്ടുക. ഞങ്ങൾ അന്ന് വന്ന സമയത്ത് ഈ പൾട്ടൺ ബസാറിൻ്റെ ഏരിയയിൽ തന്നെയാണ് റൂം എടുത്തത്. ഇവിടെ എവിടെയെങ്കിലും കയറാൻ നോക്കാം. പിന്നെ ഇവിടെ തന്നെ ഒരു കേരള റെസ്റ്റോറൻ്റ് ഉണ്ട്. പിന്നെ അവിടെ പോയിട്ട് രാവിലെ എന്തെങ്കിലും കഴിച്ചിട്ട് പോകാൻ നോക്കാം. ഞങ്ങളിവിടെ ഈ റെസ്റ്റോറൻറ്റിൽ വന്നേ. ഇവിടെ ഇഡ്ഡലി ഉണ്ട്, ദോശയുണ്ട്, മസാല ദോശയുണ്ട്, പൊറോട്ടയുണ്ട്. ഞങ്ങൾ ഇഡ്ഡലിയാണ് കഴിക്കുന്നത്. 2 ഇഡ്ഡലിയാണ് ഉള്ളത്. ചട്നി 2 ടൈപ്പ് ഉണ്ട്, സാമ്പാറുണ്ട്, ചെറിയൊരു ഇല കൂടിയുണ്ട്. ഭക്ഷണം കഴിച്ചു. 150 രൂപയാണ് ആകെ ആയത്. ഈ മേഘാലയയിലേക്ക് പോകുന്ന ഒരുപാട് ആൾക്കാർ വണ്ടി റെൻറ്റിനെടുത്തിട്ട് പോകാറുണ്ട്. അതായത് 2 വീലറൊക്കെ അവിടെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇവിടുന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് റെൻ്റ് വണ്ടി എടുത്തിട്ടൊക്കെ പോവാം. ഇനി ഇവിടുന്ന് നമുക്ക് നല്ല വണ്ടി ഏതാണെന്നൊക്കെ നോക്കിയിട്ട് കയറാം. എന്തായാലും ഫ്രണ്ട് സീറ്റ് വേണം. ഫ്രണ്ട് സീറ്റ് കിട്ടിയേ പോവല്ലേ. അതിലൊന്നും ഫ്രണ്ട് സീറ്റ് മിക്കവാറും ഉണ്ടാവില്ല. നമുക്ക് നോക്കാൻ പോയിട്ട്. ഈ കാറിലാണ് ഞങ്ങൾ ഷില്ലോങ്ങിലേക്ക് പോകുന്നത്. അപ്പോൾ ഫ്രണ്ട് സീറ്റ് തന്നെ കിട്ടി. നമുക്ക് ഇവിടെ ഇരുന്നിട്ട് തന്നെ വീഡിയോ ഒക്കെ പകർത്താം. അപ്പോൾ ഞങ്ങളുടെ ഡ്രൈവർ ചേട്ടൻ ഇതാണ്. ഒരാൾക്ക് എത്ര രൂപയാണ് പറഞ്ഞത്? ഒരാൾക്ക് 450 രൂപയാണ് പറഞ്ഞത്. വരുന്ന സമയത്ത് തന്നെ 600 രൂപ പറഞ്ഞു. 1200 രൂപ 2 പേർക്ക്. 600 രൂപക്ക് പറഞ്ഞാലൊന്നും സീറ്റ് ഇല്ല അല്ലേ? സീറ്റ് ഇല്ല. അതുപോലെ തന്നെ ഈ ഒരു ടാക്സി ഉണ്ടോ, ഇതിന് 250, 300 ഒക്കെ പറഞ്ഞു. അതായത് 2 പേരിൽ നിന്ന് 600 മതി എന്ന് പറഞ്ഞു. പക്ഷെ അതിന്റെ കണ്ട നടുക്ക് പോയി മിഡിലിരിക്കണം. അതുകൊണ്ട് ഏറ്റുപിറകിൽ പോയിരിക്കണം. അതെ, ഏറ്റുപിറകിൽ പോയിരുന്നിട്ട് നമുക്ക് എന്ത് കാഴ്ച കിട്ടാൻ? തീർച്ചയായിട്ടും ആദ്യമായിട്ടാണല്ലോ മേഘാലയം കൂടെ പോകുന്നത്. ഞങ്ങൾക്ക് നല്ല കാഴ്ച കാണാം. അതിന് ഫ്രണ്ട് സീറ്റ് തന്നെ വേണം. അതാണ് ഞാൻ വീടിന്റെ തുടക്കത്തിൽ തന്നെ
എന്റെ ഫ്രണ്ട് സീറ്റ് കാര്യം പറഞ്ഞില്ലേ? ഞാൻ മനുവിനോട് പറഞ്ഞു എടാ ഒരു 200 രൂപ കൂടുതലായാലും കുഴപ്പമില്ല, നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് പോകണല്ലോ. നേരത്തെ ബസ്സിന്റെ കാര്യം പറഞ്ഞില്ലേ, ബസ് രാവിലെ 7 മണിക്കും 8 മണിക്കും ഈ മേഘാലയ ട്രാൻസ്പോർട്ടിന്റെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതാണെങ്കിൽ AC ബസ്സിന് ഒരാൾക്ക് 200 രൂപയുടെ അത്രേ വരുന്നുള്ളൂ. ഗുവാഹട്ടിയിൽ ഏറ്റവും തിരക്കേറിയ ഒരു ഭാഗമാണിത്. ഇതിലിപ്പോ ഞങ്ങള് 2 പേരും ആയതേ ഉള്ളൂ. പിന്നെ ഒരു 2 പേരും കൂടെ ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ ശരിക്കും എടുക്കുള്ളൂ. അല്ല 2 പേരെ മാത്രം കൊണ്ടുപോകാൻ നഷ്ടമാണ്. എന്തായാലും ആൾക്കാരെ കിട്ടും. ഇലക്ട്രിക് ബസ്സാണ്. ഒരു ബസ് സ്റ്റാൻഡിന്റെ ഭാഗത്തേക്കെങ്ങാണ്ട് പോയിട്ട് അവിടെ നാളെ വിളിക്കാനുള്ള സാധ്യത ഉണ്ടാവും. ചെറിയ ചെറിയ ധാബകളൊക്കെ, അതായത് റെസ്റ്റോറൻ്റ് ഒക്കെ കാണാം ഇവിടെ. ഇവിടെ ഒരു നേപ്പാളി ക്ഷേത്രമുണ്ട്, നേപ്പാളി മന്ദിർ, അതാണിത്. കാമാഖ്യ ക്ഷേത്രത്തേക്ക് പോകുമ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് ബസ് കിട്ടുക. ഇവിടെ വന്നാൽ മതി. ഗുവാഹട്ടിയിൽ നിന്നും ഷില്ലോങ്ങിലേക്ക് കറക്റ്റ് 3 മണിക്കൂർ വേണമെന്നാണ് ഈ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞത്. അതുപോലെ തന്നെ ഈ വണ്ടിയിൽ ആളായിട്ടില്ലെങ്കിണ്ടല്ലോ, അവർ ആളെ ആക്കിയിട്ടേ ഇവിടുന്ന് എടുക്കുള്ളൂ. അതായത് ഇപ്പോൾ മറ്റൊരു ടാക്സി സ്റ്റാൻഡിലെത്തി. ഇപ്പോൾ ഇവിടെ നിന്ന് 2 പേരും കൂടെ കിട്ടിയാൽ എന്തായാലും വണ്ടി എടുക്കും. ഞാനൊരു കാര്യം പറയട്ടെ, ഞങ്ങൾ വീണ്ടും ആ ഭാഗത്ത് തന്നെ തിരിച്ചെത്തി. ഒരു റൗണ്ട് അടിക്കാൻ വേണ്ടി പോയതാ. ആളെ കിട്ടണ്ടേ, എന്നാലും വണ്ടി എടുക്കുള്ളൂ. അപ്പൊ എവിടെ വീട്? എവിടെ? സിൽച്ചോർ. അപ്പം ശരി, ഷില്ലോങ് പോകണ്ട. അവിടെ പോയിട്ട് അവിടെ കുറച്ച് ദിവസം ഉണ്ടാവും. ഓക്കെ ബൈ. ഓക്കെ ബൈ. ഞാൻ ഇപ്പൊ കേരളത്തിലെ പോണ, തിരുവനന്തപുരം അല്ലേ? ശരി, ഓക്കെ. ഹാപ്പി ജേർണി. നേരത്തെ പോയ അതേ വഴി തന്നെ വീണ്ടും പോവുകയാണ്. നേരത്തെ ഒരു ബായിനെ കണ്ടില്ലേ, ആ ബായ് ഞങ്ങളുടെ അറണോയ് എക്സ്പ്രസ്, അതുപോലെ തന്നെ വിവേക് എക്സ്പ്രസ്, അതിൻ്റെയൊക്കെ വീഡിയോ കണ്ട് എന്നെ പെട്ടെന്ന് കണ്ടപ്പോൾ വന്നതാണ്. വീണ്ടും ആ ഒരു ക്ഷേത്രത്തിന്റെ ഭാഗത്തേക്ക് തന്നെ എത്തി. ഇപ്പോഴേ മിക്കവാറും നമ്മൾ പോകുന്നു തോന്നില്ല. നാളെ കിട്ടണം. 10:20 വണ്ടിയിലൊക്കെ ആൾക്കാരായി. ഇവിടെ നിന്ന് ഇതാ യാത്ര തുടരണം. ഇനിയിപ്പോൾ ഒരു 3 മണിക്കൂർ യാത്ര. റോഡൊക്കെ എങ്ങനെയുണ്ട്, പോകുന്ന വഴിക്കൊക്കെ എന്തൊക്കെ കാണാനുണ്ട്, ഇതൊക്കെ നമുക്കിന്ന് കാണാം. ഈ ബ്ലോക്കൊന്ന് മാറണമെങ്കിൽ തന്നെ കുറച്ച് സമയം എന്തായാലും എടുക്കും. നോർത്ത് ഈസ്റ്റിലെ ഏറ്റവും വലിയ നഗരമാണ് ഗുവാഹട്ടി. അസാമിൻ്റെ ക്യാപിറ്റലൊക്കെ വരുന്നത് ദിസ്പൂരാണ്. അത് ഈ ഗുവാഹട്ടി നഗരത്തിൽ തന്നെയാണ്. പിന്നെ ഒരു ഫ്ലൈ ഓവറിലേക്ക് കയറുകയാണ്, വിഷ്ണു റാം മെതി ഫ്ലൈ ഓവർ. ഗുവാഹട്ടി സിറ്റിയിലൂടെ പോകുമ്പോൾ 2 വീലേഴ്സിൻ്റെ കാര്യം പറയുകയാണെ, എല്ലാവർക്കും ഹെൽമെറ്റ് ഉണ്ട്. മുന്നിലിരിക്കുന്ന ആൾക്കാർക്കും ഉണ്ട്, പുറകിലിരിക്കുന്ന ആൾക്കാർക്കും ഉണ്ട്. അപ്പം ഇട്ടില്ലെങ്കിൽ എന്തായാലും ഫൈൻ മിക്കവാറും ഉണ്ടാവാം. എല്ലാവരും ഹെൽമെറ്റ് പ്രോപ്പറായിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഫൈൻ മാത്രമല്ലല്ലോ ഇതിൻ്റെ ഉദ്ദേശം, നമ്മുടെ സേഫ്റ്റി കൂടിയാണല്ലോ. 3 വരി 6 വരി പാതയാണ് ഇപ്പോൾ ഇവിടെ. സിറ്റീൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ഈ ഭാഗത്ത് എന്തുകൊണ്ട് അടിപൊളി തന്നെയാണ്. റോഡ് ക്രോസ് ചെയ്യാനുള്ള ആ ഒരു വഴിയൊക്കെ മുകളിലൂടെ കാണാം. ഷില്ലോങ് 92 കിലോമീറ്റർ. ഒരുപാട് ഫ്ലൈ ഓവറുകളാണ് ഈ സിറ്റിക്കകത്ത് തന്നെ ഉള്ളത്. ഇപ്പം തന്നെ ഒരു 3ാമത്തെ ഫ്ലൈ ഓവറിലേക്കാണ് കയറുന്നത്. മുൻഭാഗത്തേക്ക് വലിയ മലനിരകളാണ്. സിറ്റിയുടെ ഭാഗത്തുനിന്നൊക്കെ ഇപ്പോൾ ഒരുപാട് മാറി. ഇനിയിപ്പോൾ ഇതാ നല്ല വളവുള്ള ഒരു വഴിയാണിത്. എന്തായാലും റോഡിലൊക്കെ നല്ല തിരക്കുണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ നേരെ മേഘാലയ ഭാഗത്തേക്കുള്ള വണ്ടികൾ തന്നെ ആകാം. ടാക്സികൾ ഒരുപാടുണ്ട്.
ഇതുപോലെയുള്ള റോഡ് വഴിയുണ്ടല്ലോ, റൈഡ് ചെയ്ത് പോകാനാണ് നല്ല രസം. ഞങ്ങൾ പണ്ട് ഏറ്റവും കൂടുതൽ റൈഡാണ് ചെയ്തിട്ടുള്ളത്. ലഡാക്കിലേക്കായാലും മണാലി, അങ്ങനെ പല ഭാഗത്തേക്കും ഞങ്ങൾ പോയിട്ടുണ്ട്, കേരളത്തിൽ നിന്ന് തന്നെ സ്കൂട്ടർ എടുത്തിട്ട്. അതുപോലെ ഈ ഭാഗത്തേക്കും പണ്ട് ഞങ്ങൾക്ക് വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ വരാൻ പറ്റിയില്ല. അന്ന് അങ്ങോട്ട് പോയി. ഈ ഭാഗത്തേക്ക് വന്നിട്ടേ ഇല്ല. നോർത്ത് ഈസ്റ്റിലേക്ക് എവിടെയും വണ്ടി എടുത്ത് വന്നിട്ടില്ല. എല്ലാ ഭാഗത്തും ഉണ്ടല്ലോ വലിയ വലിയ മലനിരകളാണ്. ഈ ഭാഗത്തിന് വലിയൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ഇടത് ഭാഗത്ത് കാണുന്നത് അസാമും വലത് ഭാഗത്ത് കാണുന്നത് മേഘാലയമാണ്. ഇതൊരു ബോർഡർ ഭാഗമാണ്. മാപ്പിൽ നോക്കുവാണെങ്കിൽ അത് കുറച്ചും കൂടെ വ്യക്തമാവും. ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് അസം വഴിയാണ്. കുറച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തായാലും മേഘാലയയിലേക്ക് കയറും. എനിക്കെന്തോ ഇതുവരെയായിട്ടും ഈ വഴി നല്ലോണം ഇഷ്ടപ്പെട്ടു. ഇത് NH6 ആണ്, നാഷണൽ ഹൈവേ 6. അങ്ങനെ മേഘാലയയിലേക്ക് കയറി. ഇപ്പോൾ ആദ്യത്തെ ടോൾ പ്ലാസ. മേഘാലയത്തിൽ ആദ്യം തന്നെ കാണുന്ന ഒരു ചെറിയൊരു ടൗൺ ഭാഗമാണിത്. വളരെ കുറച്ച് കടകൾ മാത്രമാണ് ഇവിടെയുള്ളത്. ഇപ്പൊ പുറപ്പെട്ടിട്ട് 1.25 മണിക്കൂറായി. 1 മണിക്കൂറും 15 മിനിറ്റും. നല്ല മഴക്കാരൊക്കെ കാണുന്നുണ്ട്. പക്ഷെ അത് മഴ പെയ്യാനുള്ള സാധ്യതയില്ല. കാരണം ഇവിടുത്തെ ഒരു അന്തരീക്ഷം ഇങ്ങനെ തന്നെ ആകാനാണ് സാധ്യത. ലോറികൾക്കൊക്കെ കയറി പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം ഇതൊരു കയറ്റാണ്. മേഘാലയയിലേക്ക് ഇപ്പോൾ പോകണമെങ്കിൽ നമുക്ക് റോഡ് വഴിയല്ലേ പോകാൻ പറ്റുള്ളൂ. ഞാൻ വിമാന വഴി പറയുന്നില്ല. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ഈ ഛർദിയൊക്കെ ഉള്ളവർ, അതായത് വൊമിറ്റിങ് ടെൻഡൻസി ഒക്കെ ഉള്ളവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം നല്ല വളവൊക്കെ ഉള്ള വഴിയാണിത്. അങ്ങനെയുള്ളവർക്ക് കുറച്ച് ബുദ്ധിമുട്ട് എന്തായാലും ഉണ്ടാവും. മേഘാലയയിലെ നോങ്പോ എന്ന ഒരു ചെറിയൊരു പട്ടണത്തേക്ക് ഇതാ വണ്ടി എത്തി. ഇവിടെ അത്യാവശ്യം ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട്. മുന്നിൽ പോകുന്ന ഈ വണ്ടിയില്ലേ, ഇതുപോലുള്ള വണ്ടിക്കാണ് ആദ്യം വരാൻ പ്ലാൻ ഉണ്ടായത്. പക്ഷെ അതിന് മുന്നിലൊന്നും സീറ്റ് ഉണ്ടായിരുന്നില്ല, പുറകിലൊക്കെയാണ്. പിന്നെ അത് ഒഴിവാക്കി.
ഇനി ഒരു 60 കിലോമീറ്ററിന് താഴെ മാത്രമേ ദൂരമുള്ളൂ. ഒരു 1.5 മണിക്കൂർ കൊണ്ട് എത്തുന്നത് പ്രതീക്ഷിക്കാം. നല്ല വഴിയല്ലേ, അപ്പം പെട്ടെന്ന് എത്തും. മേഘാലയയുടെ രജിസ്ട്രേഷൻ വരുന്നത് ML എന്നാണ്. നോങ്പോ എന്ന ആ ഒരു പട്ടണം കഴിഞ്ഞ ഉടനെ തന്നെ ചെറിയൊരു ബ്രേക്കിന് വേണ്ടി വണ്ടി നിർത്തി. ഈ മേഘാലയയിലാകെ 12 ജില്ലകളാണുള്ളത്. അതിലിപ്പോൾ ഉള്ളത് റിബോയ് ജില്ലയിലാണ്. അപ്പോൾ റോഡിങ്ങനെ വിശാലമായി കിടക്കുകയാണ്. ഇവിടെയാണ് ആ ഒരു ചെറിയൊരു ധാബയുള്ളത്. ഒരുപാട് പേര് ഇവിടെയൊക്കെ വന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. നമ്മുടെ വണ്ടി ഇവിടെയാണ്. എങ്ങനെയുണ്ട് ഇതുവരെയുള്ള യാത്ര? വലിയ തിരക്കേടൊന്നുമില്ല എന്ന് പറയാം. മനു നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെ റോഡ് വഴി പോകുന്ന സമയത്ത് നല്ല രീതിയിലുള്ള വളവുകളാണ്. ഞാൻ പിറകു സൈഡിലാണ് ഇരിക്കുന്നത്. ആ സമയത്ത് വൊമിറ്റിങ് ചെറിയ അല്ലേ? അത് ഞാൻ ഇല്ലതുപോലെ പറയണല്ലോ, ചെറിയൊരു അസ്വസ്ഥയൊക്കെ ഫീൽ ചെയ്യും. ഈ കുറെ ആളുകൾക്ക് നമ്മൾ കൂടുതലും ട്രെയിൻ യാത്രകളൊക്കെ ചെയ്യുന്നവരാണല്ലോ. ഈ അതിനെ അപേക്ഷിച്ച് ഇപ്പൊ നമ്മൾ കാശ്മീരൊക്കെ പോകുന്ന സമയത്ത് ഇപ്പൊ നിലവിൽ അവിടത്തേക്ക് ട്രെയിനൊക്കെ വന്നു. അതിന് മുന്നേ നമ്മളിപ്പോ ഉദംപൂരൊക്കെ ഇറങ്ങി പോകുന്ന സമയത്തായാലും ബസ്സിനായാലും ഷെയർ ടാക്സിക്ക് പോകുന്ന സമയത്ത് വല്ലാണ്ട് ആശ്വാസം എടുത്തു പറയുമ്പോൾ ഈ ഇങ്ങനെ വളയുക ഭയങ്കര വിഷയം വരും. പ്രത്യേകിച്ച് നല്ല സ്പീഡിൽ പോകുമ്പോണ്ടല്ലോ, വളവ് നല്ല ശക്തമായിട്ട് വളക്കുമ്പോൾ എന്തായാലും പുറകിലുള്ളവർക്ക് എന്തായാലും ഒരു അസ്വസ്ഥത തീർച്ചയായിട്ടും തോന്നും. കൂടുതലും ലോറികളും ഉണ്ട് ഈ ഒരു വഴി. അവിടെ ഒരു 20 മിനിറ്റോളം ബ്രേക്ക് ഉണ്ടായിരുന്നു. വീണ്ടും യാത്ര തുടർന്നു. യാത്രയിൽ നല്ല മഴ കിട്ടിയിരിക്കുകയാണ്. ഇനിയിപ്പം ഷില്ലോങ് ഭാഗത്ത് നല്ല മഴയാകുമെന്ന് പ്രതീക്ഷിക്കാം. ഇവിടെയാണ് ഉമിയം ലേക്ക് ഉള്ളത്. മേഘാലയത്തെ ഒരു പ്രധാനപ്പെട്ട ലേക്കാണത്. ഈ ഭാഗത്തൊക്കെ സർവീസ് ചെയ്യുന്ന ഒരു വണ്ടിയാണ്. എയർപോർട്ട് ഇത് നേരെ എയർപോർട്ടിലേക്കാണ്. ഉമിയം ലേക്കാണത്. താഴേക്ക് എന്തൊക്കെയോ വർക്ക് നടക്കുന്നൊക്കെ കാണുന്നുണ്ട്. ലേക്കിന്റെ ഒരു വ്യൂ ഈ ഭാഗത്തുനിന്നുണ്ട്. എത്ര വണ്ടികളാന്ന് നോക്കി. ഉമിയം ഡാമാണ് ഈ ഭാഗത്ത്. പന്ത്രണ്ട് 45 ഇപ്പോൾ ഷില്ലോങ് നഗരത്തിൻ്റെ ഒരു ഭാഗത്തെത്തി.
ഞങ്ങൾ പോലീസ് ബസാർ എന്ന ഭാഗത്തേക്കാണ് പോകുന്നത്. അവിടത്തേക്ക് ഒരു 10 കിലോമീറ്റർ ഉണ്ട്. ഷില്ലോങ്ങിലത്തെ ഒരു സ്ഥലമാണ് മാവിലായി, അതാണിത്. ഇനിയിപ്പോൾ ഇവിടെ മുതൽ ബ്ലോക്ക് വന്നു. പുറത്ത് നല്ല തണുപ്പാണ്, അതോടൊപ്പം തന്നെ മഴയും. കുത്തിക്കയറി പോകുന്നില്ല, എല്ലാവരും ആ ഒരു ലൈൻ ഡിസിപ്ലിൻ തന്നെയുണ്ട്. 2 വീലർ പോലും ഇവിടെ കയറുന്നില്ല. ശരിക്കും ഈ ഷില്ലോങ് എന്ന് പറയുന്നത് ഈ മലകളുടെ ഇടയ്ക്കുള്ളൊരു സിറ്റിയാണ്. അതായത് നമ്മുടെ ഷിംല, ഊട്ടി ഭാഗത്തൊക്കെ പോയാൽ കാണൂലേ, അതുപോലെ തന്നെയാണ്. പോലീസ് ബസാർ ഭാഗത്തേക്ക് ഇനി കുറച്ചും കൂടെ പോകാനുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഓരോ ഭാഗത്തായിട്ടാണ് സിറ്റിയുടെ ഭാഗങ്ങളിൽ നിന്ന്. അവിടെ കുറച്ച് ഭാഗങ്ങൾ കാണാം, അങ്ങതാ ആ ദൂരത്തായി അവിടെ. അതാ ഈ ബ്ലോക്കിലൂടെ പോകാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 10 മിനിറ്റോളായി. മഴ പെയ്തു പോയി, ഇപ്പോൾ മഴയില്ല. വെൽക്കം ടു ഷില്ലോങ് കണ്ടോൺമെന്റ്. ഒരു പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനിൽ വന്നു. ഇങ്ങനെ ഈ ബ്ലോക്ക് കാരണമുണ്ടല്ലോ പതിയാണ് പോകാൻ പറ്റുന്നത്. അങ്ങ് ദൂരത്തായി സിറ്റികളുടെ ബാക്കി ഭാഗങ്ങളും കൂടെ കാണാം. ഇനി ഒരു ഇറക്കം ഇറങ്ങിയിട്ടാണ് പോകുന്നത്. ഇവിടുത്തെ കാറുകളുടെ ടയർ ശ്രദ്ധിച്ചോ, എല്ലാം നല്ല മോഡിഫിക്കേഷൻ ചെയ്തിട്ടാണ്. ഈ തൊട്ട് മുന്നിൽ പോകുന്ന കേട്ടൻ വണ്ടീൻ്റെ തന്നെ ടയറിൻ്റെ സൈസ് നോക്കിക്കോ. ഷില്ലോങ്ങിലത്തെ ടാക്സികൾ കൂടുതലും ആൾട്ടോയും അതുപോലെ തന്നെ 800ഉം ആണ്. മുംബൈയിലൊക്കെ പോയാൽ കാണുന്നില്ല ഒരു കറുപ്പും മഞ്ഞ നിറത്തിൽ, ആ ഒരു കളറിൽ തന്നെയാണ്. പക്ഷെ വണ്ടിയെല്ലാം ആൾട്ടോയാണ്. ഇവിടെ ഇതുവരെയായിട്ട് ഒരു ഓട്ടോനെ പോലും കണ്ടില്ല. കറക്റ്റ് ഇപ്പോൾ 1:20 നമ്മളിപ്പോൾ ഷില്ലോങ്ങിലേക്ക് നേരത്തെ എത്തി. പക്ഷേ പോലീസ് ബസാറിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് എത്താനായി. പക്ഷേ ഈ ഒരു ബ്ലോക്കിൽ ഇവിടെ പെട്ട് കിടക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് നേരമായി. ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയ തന്നെയാണിത്. ആൾക്കാരും കൂടി ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് വണ്ടികൾക്ക് പോകാൻ പറ്റുന്നില്ല. ഇനിയിപ്പോൾ ഈ ഒരു ഭാഗത്ത് എവിടെയെങ്കിലും നമുക്ക് ഇറങ്ങാൻ നോക്കാം. ഗുവാഹട്ടിയിൽ നിന്ന് ഷില്ലോങ്ങിലേക്ക് നല്ല രീതിയിൽ തന്നെ വന്നുവല്ലോ. ഇനി അടുത്ത വലിയൊരു പരിപാടി, ഇവിടെ കുറഞ്ഞ റേറ്റിൽ നല്ലൊരു റൂം നോക്കിയെടുക്കണം. ഓൺലൈൻ വഴി നോക്കിയ സമയത്തൊക്കെ നല്ല റേറ്റാണ് കണ്ടത്. 2000, 1500 മുകളിലേക്കാണ് കണ്ടത്. 1000 രൂപക്ക് താഴേക്ക് എന്തായാലും നല്ലൊരു റൂമൊക്കെ കിട്ടും. ഈ ഭാഗത്തൊക്കെ കാണുന്നുണ്ട്. എന്തായാലും ഇവിടെ തന്നെ നമുക്കൊന്ന് ആദ്യം പോയി നോക്കാം. അല്ലെങ്കിൽ ഇതാ താഴേക്കുണ്ട്, എല്ലാം നടന്ന് പോയി നോക്കാം. ഒരുപാട് നേരം നടന്ന് അവസാനം നല്ലൊരു റൂം കിട്ടിയേ. ചെറിയൊരു മുറിയാണ്, ബെഡും കാര്യങ്ങളൊക്കെ ഇവിടെയാണുള്ളത്. പിന്നെ ഈ റൂമിൽ ഫാനൊക്കെ ഉണ്ട്. ഫാനിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇവിടെ ഇപ്പം നല്ല തണുപ്പാണ്. കുഴപ്പമില്ല, ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു റൂമാണിത്. നമ്മുടെ ലഗേജൊക്കെ വെക്കാനുള്ള ചെറിയൊരു ഷെൽഫൊക്കെ ഉണ്ട് ഇവിടെ. ഇപ്പം തന്നെ ഇവിടെ വന്നിട്ട് ഒരു 5-6 പ്രോപ്പർട്ടിയിലേക്ക് കയറിപ്പോയി. ആദ്യം തന്നെ കണ്ടൊരു പ്രോപ്പർട്ടിയിലേക്ക് നേരെ കയറിപ്പോയപ്പം ഒരു ദിവസത്തേക്ക് വാടക പറഞ്ഞത് 3500 ആണ്.
2 ദിവസത്തേക്ക് അപ്പൊ തന്നെ 7000 രൂപയില്ലേ, അത്രയൊന്നും നമുക്ക് കൊടുക്കേണ്ട കാര്യം വരുന്നില്ലല്ലോ. പിന്നെ ഒരുപാട് അന്വേഷിച്ചു. പല പ്രോപ്പർട്ടിയിൽ പോയ സമയത്തും അവിടെ കോമൺ ബാത്റൂമാണ്, റൂമൊക്കെ ഉണ്ട്, കോമൺ ബാത്റൂമാണ്. ആ റൂമിന് വരെ 2000 രൂപയാണ് പറയുന്നത്. അങ്ങനെ ഏതോ ഭാഗത്ത്, അതായത് അവിടുന്ന് കുറച്ചും കൂടെ താഴോട്ട് നടന്നു, എന്നിട്ടാണ് ഇവിടെ വന്നത്. ഇവിടെ ഇത് കോമൺ ബാത്റൂം എന്നല്ല, അറ്റാച്ച്ഡ് ബാത്റൂം തന്നെയാണ്. ഞങ്ങൾക്ക് ഈ റൂം കിട്ടിയത് 1000 രൂപക്കാണ്. 1000 രൂപ എന്ന് പറയുന്ന സമയത്ത് മറ്റുള്ള റൂമുകളെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് ചീപ്പ് തന്നെ പറയാം. ഓൺലൈൻ നേരത്തെ പറഞ്ഞില്ലേ, എല്ലാം ഭയങ്കര റേറ്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ലൊക്കേഷൻ ആയിട്ട് വെച്ച് നോക്കുന്ന സമയത്ത് ഇവിടുന്ന് ഒരുപാട് മാറിയിട്ടാണ്. ഈ പറഞ്ഞ ഈ ഷില്ലോങ്ങിൽ നിന്ന് നമ്മൾ ഗൂഗിൾ മാപ്പ് ഒക്കെ വെച്ചിട്ട് 1 കിലോമീറ്ററിന് കൂടുതൽ ദൂരം വന്നാൽ പോലും നടന്ന് പോവാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ റൂം കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെയാണ് എന്താ പറയാ ഒരു ബുദ്ധിമുട്ട്. ഇതെല്ലാം കിട്ടിയല്ലോ, ആശ്വാസമായി. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാറിന്റെ കാര്യം പറയുവാണെങ്കിൽ വരുന്ന വഴി അത്യാവശ്യം ഓക്കെ തന്നെയാണ്. ഈ മോശം റോഡൊന്നും അല്ല. പിന്നെ അസ്വസ്ഥതൊക്കെ ഉണ്ടാവും ഇങ്ങനെ വളം ഇതൊക്കെ വരുന്നോണ്ട്. പിന്നെ അതുപോലെ തന്നെ ബസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ എന്താ പറയാ ചീപ്പായിട്ട് വരാം, അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ അടുത്ത ദിവസം നിങ്ങൾ കാണാൻ പോകുന്നത് ഷില്ലോങ്ങിന്റെ കുറച്ച് കാഴ്ചകളാണ്. അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റു വീഡിയോ ബൈ.